സിനിമകൾ പഠിപ്പിച്ചത് എന്താ? തന്നിഷ്ടം. അത് എനിക്കിഷ്ടം, എനിക്ക് ഓനോട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കുക പെൺകുട്ടികളെ കൊണ്ട്. മുസ്ലിം കഥാപാത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? കുറെ പെണ്ണിട്ടണ രാജ്യരും പിന്നെ വഴിതെറ്റി കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോണ മുസ്ലിം പെണ്ണും. ഇതാണ് നമ്മുടെ കഥാപാത്രങ്ങളുടെ ഇതിവൃത്തം, അല്ലേ? എന്നിട്ട് എന്തായി പറയണത്? 15 വയസ്സുവരെ 20 വയസ്സുവരെ 18 20 വയസ്സുവരെ അന്തസ്സിൽ വളർത്തിക്കൊണ്ടുവന്ന വാപ്പ, അല്ലേ? ജീവിക്കണ എന്തിനാ? കുഞ്ഞിന് വേണ്ടിയാ ജീവിക്കണത്. അങ്ങനെ പറയാം. ചെറുപ്പക്കാർ കല്യാണം കഴിക്കാത്തതുകൊണ്ട് ഇപ്പോൾ റൊമാൻറ്റിക് ആകുമ്പോ എന്ത് കുഞ്ഞ്, എനിക്കിപ്പോ കുഞ്ഞൊന്നും വേണ്ടെന്നൊക്കെ തോന്നും. അതൊക്കെ നീ പറയടോ. 2 കൊല്ലം കഴിഞ്ഞാൽ നിനക്കും തോന്നുന്നൊരു കുഞ്ഞുണ്ടാവുമ്പോഴാ ജീവിതത്തിലെ സന്തോഷം. ആ കുഞ്ഞിനെ പൊന്നുപോലെ വളർത്താൻ വാപ്പ ജീവിക്കുന്നത്. കുഞ്ഞിനെ കെട്ടിച്ചയക്കാൻ ഗൾഫിൽ പോയത് കുഞ്ഞിന് സ്വർണം വാങ്ങിച്ചു കൊടുക്കാൻ, അല്ലേ? 15 18 വയസ്സാകുമ്പോ 20 വയസ്സാകുമ്പോ കുഞ്ഞിന് കല്യാണം കഴിച്ച് നല്ലൊരു പുതിയാപ്പിളക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അതിനുവേണ്ടി ജീവിതം മുഴുവനും അധ്വാനിച്ച് ആ മക്കൾക്ക് വേണ്ടി ജീവിച്ച് എല്ലാം ത്യാഗം ചെയ്ത് ആ കുഞ്ഞിന് യോജിച്ച ഒരു വരനെ ഇവർ കണ്ടെത്താൻ. അറേഞ്ച്ഡ് മാരേജ്, ഇതാണ് ഇസ്ലാമിന്റെ സിസ്റ്റം. നമുക്ക് പ്രേമ കല്യാണം പറ്റൂല, അറിയാലോ, പറ്റില്ല. അങ്ങനെ ഒരു വിവാഹം ഉമ്മയോ വാപ്പയോ തങ്ങളുടെ രക്തത്തിൽ ജനിച്ച കുഞ്ഞിന് വേണ്ടി ആണിനോ പെണ്ണിനോ വേണ്ടി കൊണ്ടുവരുമ്പോ ചെറുക്കം പറയും, എനിക്ക് മറ്റവരോട് ഇഷ്ടാണ്. എന്താടോ നീ പറയുന്നത്? പെണ്ണ് പറയാ, എനിക്ക് പുതിയാപ്പിളെ വേണ്ട. ആരാണ് മോളെ നിന്നെ ഇത് പറയാൻ പഠിപ്പിച്ചത്? ആരാണ് നിന്റെ ഉസ്താദ്? ആരാണ്? അല്ലേ? പ്രൊഡ്യൂസർമാരുടെ കയ്യിൽ നിന്ന് ചോദിക്കുന്ന പണം കിട്ടാൻ വേണ്ടി ചോദിക്കുന്ന പൈസ ചോദിച്ചു വാങ്ങി കിട്ടാവുന്നത് മുഴുവനും വാങ്ങി ലക്ഷറിയായി ആഡംബരത്തിൽ ജീവിക്കുന്ന നടീനടന്മാർ, നമ്മുടെ കഥാനായകന്മാർ എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റുകളാണ് അഭിനയിക്കുന്നത്, അല്ലേ? സ്വന്തം മക്കളുടെ സ്വന്തം കുടുംബത്തിലോ അവരത് സമ്മതിക്കൂല. അവരുടെ സ്വന്തം ഭാര്യ അവരുടെ വീട്ടിലെ ഡ്രൈവറുടെ കൂടെ ഇറങ്ങിപ്പോകാൻ അവർ സമ്മതിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ ഇത് മുസ്ലിമീങ്ങളിലോ ഹിന്ദുവിലോ ക്രിസ്ത്യാനിയിലോ എന്ന വിഷയമല്ല. മനുഷ്യരിൽ ഇങ്ങനെ നടക്കണം. ഇത് കഥ പറഞ്ഞു കൊടുത്തത് ആരാണ്? ഈ കഥകൾ പ്രത്യക്ഷപ്പെട്ടത് എവിടെയാണ്? അല്ലേ? ഇത് കല്യാണം കഴിഞ്ഞാൽ അന്ന് ഇറങ്ങിപ്പോവുക, എനിക്ക് പിന്നെ വേണ്ട. ആരാ നീ പഠിപ്പിച്ചത്? ആരാണ് മോളെ നിന്നെ ഈ വിഷയം നിന്നെ പഠിപ്പിച്ചത്? ആരാണ്? ജാതി ഏതോ മതമേതോ എനിക്ക് പ്രശ്നമല്ല, സ്നേഹമാണ്. എന്ത് സ്നേഹമാണ് കുട്ടി നീ പറയുന്നത്? നിന്റെ മുഖത്തെ ചുറുക്ക് കണ്ടിട്ടോ ഭംഗി കണ്ടിട്ടോ നിന്നെ സ്നേഹിക്കുന്ന ആണ് നിന്നെക്കാൾ ഭംഗിയുള്ള വേറെ പെണ്ണിനെ കണ്ടാൽ ഇവൻ അവളുടെ കൂടെ പോകില്ലേ? പോയിട്ടില്ലേ? പോകുന്നില്ലേ? നീ വിചാരിച്ചിന്റെ